ഇന്ന് HSA ഫിസിക്കൽ സയൻസിലെ ദൂരവും സ്ഥാനാന്തരവും എന്ന ഭാഗമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 8ാം ക്ലാസ്സിലെ ചലനം എന്ന പാഠഭാഗത്ത് ദൂരത്തെയും സ്ഥാനാന്തരത്തെയും പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. HSA ഫിസിക്കൽ സയൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ എല്ലാവരും SCERT ടെക്സ്റ്റ് ബുക്കുകൾ നന്നായി വായിക്കാനും പഠിക്കാനും വേണ്ടി ശ്രമിക്കണം. നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് വളരെ ചെറിയ ടോപ്പിക്കുകൾ കവർ ചെയ്ത് പോവുകയാണ്. ഇങ്ങനെ ചെറിയ ടോപ്പിക്കുകൾ കവർ ചെയ്യുമ്പോൾ എക്സാം ആകുമ്പോഴത്തേക്കും നമുക്ക് മൊത്തത്തിൽ എല്ലാ പോർഷനും കവർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ തന്നെ നമ്മൾ കവർ ചെയ്ത് പോകുമ്പോൾ ആഴ്ചകളിൽ ഒരു തവണ നമ്മൾ റിവിഷൻ വെക്കും, അതോടൊപ്പം ഒരു എക്സാമും ഉണ്ടാവും. നമുക്ക് റിവൈസ് ചെയ്ത് പഠിച്ചു പോകാം. ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ എളുപ്പമുള്ള ടോപ്പിക്കായ നമ്മളൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ദൂരവും സ്ഥാനാന്തരവും എന്ന ഭാഗമാണ്. ദൂരം എന്ന് പറയുന്നത് സഞ്ചരിച്ച പാതയുടെ നീളമാണ്. സഞ്ചരിച്ച പാതയുടെ നീളമാണ് ദൂരം എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു പാതയുടെ അളവെടുക്കുകയാണ്, ഒരു 4 മീറ്റർ എന്ന് പറയുന്ന പാതയുടെ അളവ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് ആ 4 മീറ്റർ ആയിരിക്കും. ഇനി സ്ഥാനാന്തരം എന്ന് പറയുന്നത് ആദ്യ സ്ഥാനത്തു നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരമാണ് സ്ഥാനാന്തരം. ഇതിന് ദിശയും പരിമാണവും ഉണ്ട്. അതായത് ഇതിന് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ട്. ഇതിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. സ്ഥാനാന്തരം പ്രസ്താവിക്കുമ്പോൾ സഞ്ചരിച്ച ദൂരത്തിന്റെ പരിമാണത്തോടൊപ്പം ദിശയും കൂടി സൂചിപ്പിച്ചാൽ മാത്രമേ അത് പൂർണ്ണമാവുകയുള്ളൂ. ഇത്തരത്തിൽ പരിമാണത്തോടൊപ്പം ദിശ കൂടി പ്രസ്താവിക്കേണ്ടി വരുന്ന ഭൗതിക അളവുകളെ സദിശ അളവുകൾ അഥവാ വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നു. പ്രസ്താവിക്കേണ്ടതില്ലാത്ത ഭൗതിക അളവുകളെ അദിശ അളവുകൾ അഥവാ സ്കെയിലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നു. ഇത് നമ്മൾ വളരെ ചെറിയ ക്ലാസ്സുകളിൽ തൊട്ട് പഠിച്ചു വരുന്ന കാര്യമാണ്. ഒന്നുകൂടി റിവൈസ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. നമ്മൾ ഈ ആഴ്ചയുടെ അവസാനമാവുമ്പോൾ ഈ ഒരു പോർഷന്റെ എക്സാം പോലെ ഒരു റിവിഷൻ പോലെ ഒരു വീഡിയോ കൂടി ഇടുന്നതായിരിക്കും. ഇനി ടെക്സ്റ്റ് ബുക്കിൽ 8ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ഒരു ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. നമുക്ക് അതൊന്ന് നോക്കി നോക്കാം. ഒരു കല്ല് ലംബ ദിശയിൽ മുകളിലേക്ക് എറിഞ്ഞപ്പോൾ കയ്യിൽ നിന്ന് 6 മീറ്റർ ഉയർന്ന ശേഷം തിരികെ കയ്യിൽ തന്നെ വന്ന് പതിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കല്ല് ഏറ്റവും മുകളിൽ എത്തുമ്പോൾ കല്ല് സഞ്ചരിച്ച ദൂരം എത്രയാണ് എന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഞാൻ അതിന്റെ ആൻസർ കൂടെ കൊടുത്തിട്ടുണ്ട്. ഒരു കല്ല് ലംബ ദിശയിൽ മുകളിലേക്ക് എറിഞ്ഞപ്പോൾ കയ്യിൽ നിന്ന് 6 മീറ്റർ ഉയർന്ന ശേഷം തിരികെ കയ്യിൽ തന്നെ വന്നു പതിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കല്ല് ഏറ്റവും മുകളിൽ എത്തുമ്പോൾ കല്ല് സഞ്ചരിച്ച ദൂരം എത്രയാണ്? 6 മീറ്റർ ആണ്. ഏറ്റവും മുകളിലേക്ക് എത്തുന്ന സമയത്ത് 6 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം 6 മീറ്റർ ആണ്. ഇപ്പോൾ കല്ലിനുണ്ടായ സ്ഥാനാന്തരവും എന്ത് തന്നെയാണ്? 6 മീറ്റർ ആണ്. ഇനി തിരിച്ച് കല്ല് കയ്യിലെത്തുന്ന സമയത്ത് കല്ലിനുണ്ടായ ദൂരം എന്ന് പറയുന്നത്, അവിടെയുള്ള ദൂരം എന്ന് പറയുന്നത് 12 മീറ്റർ ആണ്. കാരണം 12 മീറ്റർ ആ കല്ല്, ആ പാതയുടെ നീളം എന്ന് പറയുന്നത് 12 മീറ്റർ ആവും. കാരണം 6 മീറ്റർ മേലോട്ടും 6 മീറ്റർ താഴോട്ടും. ഇനി സ്ഥാനാന്തരം എത്രയാന്ന് ചോദിച്ചു. കല്ല് മേലോട്ട് പോയി തിരിച്ച് കയ്യിൽ തന്നെ എത്തി. അപ്പോൾ ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്ക് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. അപ്പം അവിടെ 0 ആണ്, 0 ആണ് സ്ഥാനാന്തരം എന്ന് പറയുന്നത്. ഇപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു വസ്തു സഞ്ചരിക്കുന്ന നേർരേഖയിലൂടെ ഒരേ ദിശയിലായിരിക്കുമ്പോൾ അതിന്റെ ദൂരത്തിന്റെയും സ്ഥാനാന്തരത്തിന്റെയും അളവുകൾ തുല്യമായിരിക്കും. ഒരു വസ്തു നേർരേഖയിൽ തന്നെ സഞ്ചരിക്കുകയാണെങ്കിൽ ദൂരത്തിന്റെയും സ്ഥാനാന്തരത്തിന്റെയും അളവുകൾ തുല്യമായിരിക്കും എന്നാണ്. നേർരേഖയിലൂടെ ഒരേ ദിശയിലായിരിക്കുമ്പോൾ അതിന്റെ ദൂരത്തിന്റെയും സ്ഥാനാന്തരത്തിന്റെയും അളവുകൾ തുല്യമായിരിക്കും എന്ന് പറയുന്നത്. എന്നാൽ ഈ കല്ല് പോയിട്ട് തിരിച്ചു വരുമ്പോൾ മേലോട്ട് പോകുമ്പോൾ ഒരു ദിശയും താഴോട്ട് വരുമ്പോൾ വേറൊരു ദിശയാണല്ലോ. അതുകൊണ്ടാണ് ദൂരത്തിന്റെയും സ്ഥാനാന്തരത്തിന്റെയും അളവിൽ വ്യത്യാസം ഉണ്ടായത്. ദൂരം എന്ന് പറയുന്നത് 12 മീറ്ററും സ്ഥാനാന്തരം 0 ആവുന്നത്. എന്നാൽ നേർരേഖയിലെ ഒരേ ദിശയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ദൂരത്തിന്റെയും സ്ഥാനാന്തരത്തിന്റെയും അളവ് ഒരേപോലെ ആകും എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്ത് നോക്കാം. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.